കാണുന്ന മാമലകൾക്കുള്ളിലൂടെ ഇങ്ങ് താഴോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു ഗ്രാമമുണ്ട്. തൃശ്ശൂർ മരോട്ടിച്ചാൽ അടുത്തുള്ള വല്ലൂർ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമം. അവിടുത്തെ ഒരു ഉത്സവത്തിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. ഗ്രാമഭംഗി തുളുമ്പി നിൽക്കുന്ന ഞങ്ങളുടെ ഈ നാട്ടിലത്തെ ഉത്സവം തുടങ്ങുന്നത് 2 ദിവസം മുന്നാണ്. അത് കാട്ടിൽ നിന്ന് ദേവീനെയൊക്കെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ട് അതൊരു അപൂർവ കാഴ്ചയാണ് കേട്ടോ. എല്ലാ നാട്ടിലും ഇല്ലാത്ത ഒരുപാട് കാഴ്ചകൾ ഞങ്ങളുടെ നാട്ടിലുണ്ടാവും. കാട്ടിൽ നിന്ന് എഴുന്നള്ളിക്കൽ തൊട്ട് കളം മായ്ക്കലും തെയ്യവും തിറയും ഒക്കെ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കാണുന്ന പച്ചപ്പിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൈകോർത്ത് പിടിക്കുന്ന ഒരു ദേവിയുടെ ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചിമ്മിനി ഡാമിന്റെയും പീച്ചി ഡാമിന്റെയും മധ്യത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ ഈ വല്ലൂര് ഗ്രാമത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇതുപോലെ തന്നെ മലയോരങ്ങളും മലയോര പ്രദേശങ്ങളും അതുപോലെ തന്നെ ഇതുപോലത്തെ ആഘോഷങ്ങളും ഉണ്ട്. ഇന്നത്തെ ഈ ആഘോഷം അമ്പലത്തിലാണെങ്കിൽ തന്നെ പള്ളിയും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയും ഒക്കെ ചേരുന്നതാണ് ഞങ്ങളുടെ ഗ്രാമം കേട്ടോ. ജാതി മതഭേദമന്യേ എല്ലാവരും ഈ ഒരു ഉത്സവത്തിൽ കാണാൻ പറ്റും. വളരെ കുറച്ച് കുടുംബാംഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കുടുംബക്ഷേത്രത്തിലത്തെ ഉത്സവം എന്ന രീതിയിലാണ് നമ്മളിത് ആഘോഷിച്ച് വരാറുള്ളത് കേട്ടോ. അങ്ങ് ദൂരെ നമ്മുടെ വീടും കാണാനുണ്ട് ഇല്ലേ? എന്നാൽ പിന്നെ നമുക്ക് അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിയാലോ? ഇന്നലെ നമ്മൾ ജഗ്ഗുന്റെ ബർത്ത്ഡേക്ക് പോകുമ്പോൾ ഈ ഒരു ഡ്രസ്സ് പാകാണില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുറെ പേര് പറഞ്ഞു ഇതൊന്ന് ഇട്ട് കാണിക്കണേ ശ്രീന്ന്. കോട്ടന്റെ ഡ്രസ്സുകൾ ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് അല്ലേ? കാരണം നല്ല ചൂടല്ലേ. ഇത് കോട്ടന്റെ ഡ്രസ്സാണ്. ഇടാ അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഇടാൻ പോകുന്ന ഈ പച്ചയും നല്ല കോട്ടന്റെ ഡ്രസ്സാണ്. ചെറു ചെറു താമരകൾ അണിഞ്ഞ ഈ ഒരു പച്ച ഡ്രസ്സ് ഇന്നലെ നമ്മൾക്ക് റെഡായിട്ട് കാണാൻ പറ്റി. കാരണം ഇതിന്റെ റെഡ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇവിടെ ഒരു നോട്ട് ഉണ്ട് കേട്ടോ. അത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കെട്ടാൻ പറ്റില്ല. ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഭംഗിക്ക് കെട്ടിയിടാവുന്നേ ഉള്ളൂ. നല്ലതാണ്, നല്ല ലൂസൊക്കെ ഉണ്ട്. അതിന്റെ കൈ കുറച്ചും കൂടെ ലെങ്ത് കുറവുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെയല്ലേ. പിന്നെ ഒരു വളയും കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി പതുക്കെ അമ്പലത്തിലേക്ക് പോവാം. കളപ്പച്ചാർത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ദേവിയമ്മ ദാ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉത്സവത്തിന് 2 ദിവസം മുന്നേ തന്നെ നമ്മൾ കാട്ടിൽ നിന്ന് ദേവീനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് പിന്നെ ഇവിടെയുള്ള ചടങ്ങുകളൊക്കെ നടത്തി വൈകുന്നേരം 3 മണിയോടുകൂടി, അതായത് ഒരു പുലർച്ചെ 3 മണിയോടുകൂടി ഈ കളം മായ്ക്കലോട് കൂടിയിട്ടാണ് നമ്മുടെ പൂരം അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത കൊല്ലത്തെ പൂരത്തിന് വീണ്ടും കാണാം.